20 രൂപയ്ക്ക് നമുക്ക് ഇത് സ്റ്റാൻഡേർഡ് ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്നത്. 10 രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് വണ്ടി നമുക്ക് ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. 40 രൂപയ്ക്ക് പുതിയ മോഡൽ 2022 വണ്ടി 40 രൂപ നമുക്ക് ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഇത് 10 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇലക്ട്ര ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. 20 രൂപയുടെ നമുക്ക് ഇത് 2 രൂപയുടെ ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. 30 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 16,000. 10 രൂപയുടെ നമുക്ക് ZR ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാം. 20 രൂപയ്ക്ക് നമുക്ക് റെഡി ക്യാഷിന് കൊണ്ടുപോകാം. ഫിനാൻസോ കാര്യങ്ങളൊന്നും ഇല്ല. 10 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാം. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. 20 രൂപയ്ക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടി, പെയിനും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല. 10 രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് 220 ഇറക്കി കൊണ്ടുപോകാം. 10 രൂപയ്ക്ക് നമുക്ക് ഡ്രീം വ്യൂക്ക് ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാം. 10 രൂപയ്ക്ക് നമുക്ക് ഫാഷൻ ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാം. 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് DO DX ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാം. 10 രൂപയ്ക്ക് നമുക്ക് അപ്രിൽ ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. നൻപൻസ് ഫുഡ് ആൻഡ് ട്രാവലിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടത്തുള്ള റിയൽ വാല്യൂ യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. റിയൽ വാല്യൂ യൂസ്ഡ് ബൈക്ക് ഷോറൂം എന്ന് അടിച്ചെടുത്താൽ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ബൈക്കിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് EMI ഒക്കെ നമുക്ക് ചോദിച്ചു തരാം. നമ്മുടെ കൂടെ സജിനാണുള്ളത്. സജിനോടാണ് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി ZR ആണ് ഇരിപ്പുള്ളത്. ZR അല്ലേ? നമ്മൾ സജിനാണ് നമ്മളെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സജിൻ നമ്മളെ മുന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ സജിനെ ഇത് എത്ര മോഡൽ വരുന്നത്? 2017 മോഡല്, 37 രൂപ. നമുക്ക് ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എത്ര ഇടാൻ പറ്റും? 10 രൂപ. 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ZR ഇവിടെ ഇറക്കി കൊണ്ടുപോകട്ടോ. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കണ്ടീഷനാണ്. ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും ഉള്ളൂ. ഇതേ കണ്ടില്ലേ, വണ്ടി അത്യാവശ്യം നീറ്റായുള്ള വണ്ടി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഏതാ വണ്ടി? ഡെസ്റ്റിനി. ഇത് എത്ര മോഡൽ? 2019 മോഡൽ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് അല്ലേ ഇതൊക്കെ? അപ്പോൾ ഹീറോന്റെ ഡെസ്റ്റിനി അല്ലേ ഇത്? 125cc അല്ലേ? ഇത് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 2019 വണ്ടി അല്ലേ? നമുക്ക് 10 രൂപയ്ക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം അല്ലേ? അതുപോലെ തന്നെ 10 രൂപയ്ക്ക് ഇറക്കാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ആക്സസ് ഇരിപ്പുണ്ട് 125. 28 രൂപ. നമുക്ക് ഇത് ഒരു 10 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം. ഫിനാൻസ് കിട്ടില്ല. 15 ശേഷമുള്ള വണ്ടിയിൽ ഫിനാൻസ് കിട്ടും. നമുക്ക് എന്തൊക്കെ ID കൊണ്ടുവരും നമ്മൾ ഫിനാൻസ്? ഇപ്പോൾ എടുത്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് ഏതൊക്കെ ബാങ്ക് ചെയ്യേണ്ടത്? നിങ്ങൾ നമുക്ക് കുറച്ചധികം ഫിനാൻസ് ഉണ്ട്. IDFC ഉണ്ട്, ബൈക്ക് ബസാർ ഉണ്ട്, ധനലക്ഷ്മി ഉണ്ട്, പിന്നെ മാക്സിം, പ്രൈഡ് ഉണ്ടല്ലോ. പിന്നെ വാറന്റി ഇപ്പൊ പുതിയ എന്തെങ്കിലും ഓഫർ ഉണ്ട്? അപ്പൊ ഓണൊക്കെ വരാൻ പോകണം. അപ്പൊ എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ? എഞ്ചിൻ സൈഡ് വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള വണ്ടികളൊന്നും എടുക്കൂല. അപ്പൊ ഇത് നമുക്ക് എന്താണ് ഫിനാൻസ് കിട്ടില്ല ഈ രണ്ട് വണ്ടികൾക്ക്? ഇത് എത്ര മോഡൽ? ചെയ്ത് നോക്കാം അല്ലേ? ഇത് 33 രൂപ വില വരുന്നത്. 10 രൂപ ഇറക്കി കൊണ്ടാവും. നമുക്ക് മാക്സിമം ഫിനാൻസ് നോക്കാം അല്ലേ? ഏകദേശം എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 25. അപ്പോ അതുപോലെ തന്നെ നമുക്ക് 3 ഫാസിന് ഇരിപ്പുണ്ട്. എത്ര മോഡൽ വരുന്നത്? 18, 16, 17 മോഡൽ. വൈറ്റ് 17 മോഡല്. ഇത് നമുക്ക് ഒരു 10 രൂപ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഇറക്കത് ഇതിനോ 40 രൂപ വരും. അത്യാവശ്യം നല്ല 18. അതുപോലെ തന്നെ ഇതിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള വണ്ടികൾ, നല്ല അടിപൊളിയായിട്ട് ഇവർ പാർക്ക് ചെയ്തിട്ടുള്ളത് വണ്ടികൾ. അപ്പോൾ ഒരു 10 രൂപ നമുക്ക് ഇതിൽ 3 ഫാസിന് ഏതൊരു ഫാസിന് നമുക്ക് ഇവിടെ ഇറക്കി കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമുക്ക് 2 RZ ഇരിപ്പുണ്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അതുപോലെ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക്. ഇത് എത്ര മോഡൽ വരുന്നത്? അത് 2019, ഇത് 14. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടിണ്ടാവും ഏകദേശം വണ്ടി? 30 സംതിങ് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ വണ്ടി?
ഇതിന് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് എത്ര രൂപ ഉണ്ടെങ്കിൽ 10 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 27 രൂപ അല്ലേ? ഓക്കെ, ഇതിന് ഫിനാൻസ് കിട്ടില്ല. ഇത് 14 ആയതുകൊണ്ടാണ്. അപ്പൊ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടികളാണ്. ഒരു 30-35 ഉള്ളിൽ ആകെ വണ്ടി ഓടിയിട്ടുണ്ടാവും. 2 സിംഗിൾ ഓണർഷിപ്പ് തന്നെയല്ലേ? ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ കാണിച്ചിട്ട് പിന്നെ ഇതിന് ലൈവ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കും. അപ്പോൾ അവർ കറക്റ്റായിട്ട് അവർ അയച്ചു തരും. തൊട്ടടുത്ത് ഇങ്ങനെ വണ്ടികൾ അടുപ്പിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഗ്യാപ്പിലോട്ടൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോവാം. ഈ സ്ഥലത്ത് നമുക്കൊരു ഡിയോ ഇരിപ്പുണ്ട്. ഇത് എത്ര മോഡല്? 2016 സിംഗിൾ ഓണർഷിപ്പ്. സർവീസും കാര്യങ്ങളൊക്കെ പക്കല്ലേ? എഞ്ചിൻ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 40 ഓടി ഉണ്ടാവും. നമുക്ക് 10 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ചെയ്ത് നോക്കാം. നമുക്ക് എത്ര രൂപ വണ്ടിയുടെ റേറ്റ് പറഞ്ഞാൽ? 39 രൂപ. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അപ്പോൾ അടുത്ത വണ്ടിയിലോട്ട് പോവാം. നമുക്ക് അടുത്തൊരു ഏവിയേറ്റർ ഇരിപ്പുണ്ട് ഹോണ്ടന്റെ. ഇത് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 40 സംതിങ് ഓടിയിട്ടുണ്ട്. തട്ടിലും മുട്ടൽ ചെറിയൊരു നിൽക്ക് മാത്രമേ ഉള്ളൂ, വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എത്ര റേറ്റ് പറഞ്ഞേ? 20 ഉറുപ്പ്യക്ക് നമുക്ക് റെഡി ക്യാഷിന് കൊണ്ടുപോകാം. ഫിനാൻസോ കാര്യങ്ങളൊന്നും ഇല്ല. എത്ര മോഡല്? 2011. കിലോമീറ്റർ ഏകദേശം ആ റേഞ്ച് ഓടിയിട്ടുള്ളല്ലോ. സെൽഫും കാര്യങ്ങളൊക്കെ പക്കല്ലേ? ബാറ്ററി കാര്യങ്ങളൊക്കെ എല്ലാ കണ്ടീഷനല്ലേ? എക്സ്ട്രാ തട്ടലും മുട്ടലൊന്നും ഇല്ല. നല്ല നീറ്റ് വണ്ടിയാണ്. വണ്ടീന്റെ ഡീറ്റെയിൽ അവർ വാട്സപ്പ് ചെയ്ത് തരും. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ആക്റ്റീവ് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ 3 ബ്ലാക്കും അതുപോലെ തന്നെ ഒരു റെഡും ഇരിപ്പുണ്ട്. ഐയിലെ ഇത് ഐ അല്ലേ മോഡൽ? ഇത് എത്ര മോഡൽ വരുന്നത്? 29. ഫിനാൻസ് ചെയ്ത് നോക്കാം. കിട്ടൂല. 14 മോഡൽ അതുകൊണ്ട് ഫിനാൻസ് കിട്ടൂല. എത്ര റേറ്റ് പറഞ്ഞേ? 29 രൂപക്ക് വണ്ടി നമുക്ക് ഇവിടെ ഇറക്കി കൊണ്ടുപോകാം. ഫിനാൻസ് വണ്ടിക്ക് കിട്ടൂല. പിന്നെ ഒരു 3 ആക്റ്റീവ് വയർ ഇരിക്കും. അപ്പൊ 2 വണ്ടിക്ക് ഫിനാൻസ് കിട്ടും. 2 വണ്ടിക്ക് കിട്ടൂല. അത് എത്ര കിലോമീറ്റർ ഏകദേശം 3 വണ്ടി ഓടിയിട്ടുണ്ടാവും? ഓടിയിട്ടുണ്ട്. നമുക്ക് എത്ര രൂപക്ക് 10 രൂപ ഉള്ളിൽ ഇറക്കി കൊണ്ടുപോകാം? എത്ര റേറ്റ് വരുന്നത്? 36 രൂപ. ഞാൻ പെട്ടെന്ന് വീഡിയോസ് ഇങ്ങനെ എടുത്തു പോകണം. ഒരുപാട് വണ്ടികളുണ്ട്. എല്ലാ വണ്ടീനെ കറക്റ്റ് ഡീറ്റെയിൽ ഇങ്ങനെ എടുത്ത് പറഞ്ഞില്ല. നമ്മൾ ബാറ്ററി കണ്ടീഷനും ഒക്കെ പക്കയാണ്. അതുകൊണ്ട് ഓയിലിംഗ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടികൾക്ക്. ഗേസ് നമുക്കൊരു ബജാജ് C100 ഇരിപ്പുണ്ട് GT. ഇത് സെൽഫ് ഒക്കെ ഉണ്ടാണോ വണ്ടിക്ക്? സെൽഫ് ഉണ്ട്. അലവിയിൽ വരുന്നുണ്ട്. എൻജിൻ സൈഡ് ഞാൻ കാണിച്ചു തരാം. മറ്റു വണ്ടികളുടെ എഞ്ചിൻ സൈഡ് കാണിക്കാൻ പറ്റില്ല. തൊട്ടടുത്ത് ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട്. എഞ്ചിൻ സൈഡ് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ ഇത്? 2019. എത്ര കിലോമീറ്റർ ഏകദേശം ഓടിയുണ്ടോ വണ്ടി? സൈഡും കാര്യങ്ങളൊക്കെ കാണിച്ചു. 32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് എത്ര രൂപ ഇറക്കാൻ ഈ വണ്ടി? 39. 18 ആണല്ലേ? 19 അല്ല 18 ആണ്. ഒരു എത്ര രൂപ? 10 രൂപ. 10 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകാം. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൽഫ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. നല്ല മൈലേജും ഉണ്ടല്ലേ വണ്ടി? നമുക്ക് അടുത്തൊരു ചെറിയ പൈസ കൊണ്ടുപോകാൻ പറ്റിയ ഒരു പ്ലഷർ ഇരിപ്പുണ്ട്. എത്ര മോഡൽ വരുന്നത്? 2012 മോഡൽ. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ്. ബാറ്ററി കാര്യങ്ങളും സെൽഫൊക്കെ ഒക്കെ തന്നെയല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഏകദേശം? 55 സംതിങ് ആണ് മീറ്ററിൽ കാണിക്കുന്നത്. നമുക്ക് ഇത് ഫിനാൻസ് ഒന്നും കിട്ടൂല. അപ്പൊ എത്ര രൂപ നമുക്ക് ഇറക്കാം? 20 ഉറുപ്പ്യക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടി. പെയിന്റും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ മാത്രമല്ല. എല്ലാം നിൽക്ക് തട്ടലും മുട്ടലൊന്നുമില്ല വണ്ടിക്ക്. വണ്ടികൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചുകൊണ്ട് ഞാൻ ഈ ബാക്ക് സൈഡൊന്നും കാണിച്ചു തരാത്തത് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇങ്ങനെ അടുപ്പിച്ച് വെച്ചുകൊണ്ട് ഗ്യാപ്പിലോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്രണ്ട് ഭാഗവും കിലോമീറ്ററും ഞാൻ പറഞ്ഞു തരുന്നത്. ഫ്രണ്ട് സൈഡൊക്കെ ഞാൻ പക്കയിൽ കാണിച്ചു തരാം. എഞ്ചിൻ സൈഡൊക്കെ കാണിക്കാൻ പറ്റിയ വണ്ടികളുണ്ടെങ്കിൽ ഞാൻ സൈഡൊക്കെ കാണിച്ചു തരും. അതായത് ഈ വണ്ടികളൊക്കെ നമുക്ക് എഞ്ചിൻ സൈഡൊക്കെ കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ വിട്ട് വെച്ചതുകൊണ്ട് മാത്രം. പിന്നെ അടുപ്പിച്ച് വെച്ച വണ്ടികളുടെ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ നമുക്ക് വാട്സപ്പിൽ ഇവർ അയച്ചു തരും. കറക്റ്റ് നിങ്ങൾക്ക് ഫോട്ടോ, എഞ്ചിൻ സൈഡിൻ്റെ ഫോട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവർ അയച്ചു തരും. ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യാം. അടുത്തതൊരു ഗ്ലാമർ ഇരിപ്പുണ്ട്. ഹീറോ ഗ്ലാമർ. ഇത് എത്ര മോഡൽ വരുന്നത്? 2020 മോഡൽ. ഇത് എത്ര CC വരുന്നത് ഈ ഗ്ലാമർ? 125 വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ടോ വണ്ടി? 50 സംതിങ് ഓടിയുണ്ടല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പക്കനല്ലേ? ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഫുൾ ഡേ വണ്ടി ഒന്നും എടുക്കില്ല. എഞ്ചിൻ സൈഡൊക്കെ ജസ്റ്റ് കാണിച്ചു തരാതെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ എഞ്ചിൻ സൈഡ് കാണിച്ചു തരും. ബാക്ക് സാധാ ഡിസ്ക് എന്ത് വരുന്നത്? ഡ്രം തന്നെ വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് വരുന്നുണ്ട്. സെൽഫൊക്കെ ബാറ്ററി സെൽഫൊക്കെ പക്ക തന്നെയല്ലോ? നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും വണ്ടി? 10 രൂപയ്ക്ക് ഇറക്കാൻ പറ്റും. എത്ര റേറ്റ് വന്ന വണ്ടിക്ക്? 56 രൂപ. 56 രൂപ വണ്ടിന്റെ റേറ്റ് വന്നിട്ട് 10 രൂപ നമുക്ക് ഇവിടുന്ന് ഗ്ലാമർ ഇവിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും. നമുക്ക് അടുത്തൊരു അവഞ്ചർ ഇരിപ്പുണ്ട് 220 സ്ട്രീറ്റ്. ഇത് എത്ര മോഡൽ വരുന്നത്? 2016 മോഡൽ. എഞ്ചിൻ സൈഡൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട്. ചൈനീസ് പോക്കറ്റ് അത്യാവശ്യം. സെൽഫൊക്കെ വർക്കിംഗ് അല്ലേ? എത്ര കിലോമീറ്റർ ഓടിന്റെ വണ്ടി? സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും? 10 രൂപ നമുക്ക് അവഞ്ചർ ഇറക്കി കൊണ്ടാ. എന്താ വണ്ടിന്റെ റേറ്റ് പറഞ്ഞത്? 44 രൂപ. 10 രൂപ നമുക്ക് അവഞ്ചർ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടാ. ചെറിയ ഒരു സീറ്റൊക്കെ ചെറിയൊരു സ്ക്രാച്ചും കാര്യമില്ല. അതൊക്കെ അവർ ശരിയാക്കി തരും. നമുക്ക് ഇനി അടുത്ത വണ്ടിയിലോട്ട് പോകാം.
ഗൈസ് നമുക്ക് അടുത്തൊരു ഫേസർ ഇരിപ്പുണ്ട്. എത്ര മോഡല്? 2014 മോഡൽ ഫേസർ. ഡിസ്ക് ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട്. എഞ്ചിൻ സൈഡ് ഒന്നും ഇപ്പം അടുപ്പിച്ചിട്ട് കാണിക്കാൻ പറ്റില്ല. അതിന്റെ ഫോട്ടോസ് ഇവർ അയച്ചു തരും. കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? 50 സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ? 30 റുപ്യ. നമുക്ക് ഫിനാൻസ് കിട്ടില്ല. 30 റുപ്യ നമുക്ക് വണ്ടി ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാം. നല്ല അടിപൊളി ഫേസറാണ്. അത്യാവശ്യം നല്ല കണ്ടീഷനായിട്ട് വണ്ടി ഇരിപ്പുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷെൽഫും കാര്യങ്ങളൊക്കെ പക്കയാണല്ലേ? എല്ലാം വർക്കിംഗ് ആണ് പറഞ്ഞത്. ഇലക്ട്രിക് പരമായിട്ട് എല്ലാം വണ്ടി പക്കയാണ്. നമുക്ക് അടുത്തൊരു യൂണിക്കോൺ ഇരിപ്പുണ്ട്. 2014 മോഡല്. ടയറൊക്കെ ഒരു ആവറേജ് കണ്ടീഷനാണ്. ഡിസ്കും കാര്യങ്ങളും മാറി കൊടുക്കൂല്ലേ? ടയർ അവർ മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എഞ്ചിൻ സൈഡ് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 39 റുപ്യ. 2014 39 റുപ്യ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഫിനാൻസ് കിട്ടില്ല. 39 റുപ്യ നമുക്ക് വണ്ടി ഇവിടെ ഇറക്കി കൊണ്ടാൻ പറ്റും. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും. എഞ്ചിൻ സൈഡൊക്കെ പക്കയാണ്. നല്ല അത്യാവശ്യം മൈലേജ് കിട്ടും. ഗേസ് അടുത്ത് നമുക്കൊരു ഹോണ്ട ഷൈൻ ഇരിപ്പുണ്ട്. എത്ര മോഡൽ പറഞ്ഞാൽ? 2015 15 മോഡൽ വരുന്നത്. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയല്ലേ ഇത്? ഓഫീസ് യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിണ്ടാവും ഏകദേശം? കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. 30 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. സെൽഫൊക്കെ വർക്കിംഗ് തന്നെയല്ലേ? നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും? ചെയ്ത് നോക്കാം. എത്ര? 14 പറഞ്ഞത്? 15. അപ്പൊ ഫിനാൻസ് ഏകദേശം മാക്സിമം നോക്കാം. ഒരു 15 റുപ്യ നമുക്ക് എങ്ങനെയും വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. അവരെ സിവിൽ ഐഡിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു 15 റുപ്യക്ക് വണ്ടി കൊടുക്കാം. നമുക്ക് 2 FZ ഇരിപ്പുണ്ട്. ഒരു റെഡും ഒരു ബ്ലാക്കും. ഇത് 15. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 60 ഉള്ളിൽ 2 വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ രണ്ടും? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. ഷോറൂം കണ്ടീഷന്റെ വണ്ടി ഇരിക്കുന്നത്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എത്ര രൂപ ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ഇറക്കാം? 15 റുപ്യ വെബ്സൈറ്റ് ഇറക്കി കൊണ്ടുപോകാം. ഇതോ? 36. ഇത് 36 രൂപ 40 രൂപ. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടികളാണ്. എഞ്ചിൻ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം 2 വണ്ടീൻ്റെയും. നമുക്ക് ഇനി അടുത്ത വണ്ടിയിലോട്ട് പോവാം. അടുത്ത നമുക്കൊരു 220 ഇരിപ്പുണ്ട്. എത്ര മോഡല്? 18 മോഡൽ വണ്ടി. അത്യാവശ്യം ചെറിയ രീതിയിൽ മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ വണ്ടി? ഹാൻഡിൽ ബാർ അങ്ങനെ ചെറിയ കാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ വണ്ടി? 49 രൂപയാണ് പറഞ്ഞത്. നമുക്കിത് ഫിനാൻസ് ചെയ്യാൻ പറ്റും വണ്ടിക്ക്? എത്ര രൂപ ഇറക്കാം? 10 റുപ്യ നമുക്ക് ഇവിടുന്ന് 220 ഇറക്കി കൊണ്ടുപോകാം. എത്ര മോഡൽ? 2018 വണ്ടി. എത്ര കിലോമീറ്റർ ഓടിണ്ട് ഏകദേശം? 50 സംതിങ് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കൊണ്ടാണ്. 18. 10 രൂപയൊക്കെ ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഇവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരത് ക്ലിയർ ചെയ്ത് തന്നിട്ട് വണ്ടി നിങ്ങൾക്ക് സെയിൽ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ചെറിയ ചെറിയ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റിയിട്ട് വണ്ടി നമുക്ക് തരുള്ളൂ. സീറ്റും അതുപോലെ തന്നെ ബാറ്ററി കംപ്ലയിൻറ്റ്, ടയർ മാറ്റി തരാം. ഈ വണ്ടീൻ്റെ ടയറൊക്കെ മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വണ്ടി ഒരാൾക്ക് ഡെലിവറി ചെയ്യുള്ളൂ. ഇത്ര നീറ്റായിട്ട് വണ്ടി ഡെലിവറി. നമുക്ക് അടുത്തൊരു ഡ്രീം ബിഗ് ഇരിപ്പുണ്ട്. 110cc അല്ലേ? എത്ര മോഡൽ? 17 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. സെൽഫ് വരുന്നുണ്ട്. ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല. എത്ര കിലോമീറ്റർ? ഇത് 38 സംതിങ് ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുമല്ലോ? 10 റുപ്യക്ക് നമുക്ക് ഡ്രീം ബിഗ് ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാം. എത്ര റേറ്റ് പറഞ്ഞേ? 34,000 രൂപയാണ്. 10 രൂപ നമുക്ക് ഫിനാൻസോട് കൂടി വണ്ടി ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ മെയിൻ ഗാരേജ്, പുതിയ ഓഫീസ്. നമ്മൾ അവിടെ കണ്ടത്. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് റേറ്റ് കുറഞ്ഞ വണ്ടികളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് ഇവിടെ കുറച്ചും കൂടിയും അപ്ഗ്രേഡ് ആയിട്ടുള്ള വണ്ടികളായിരിക്കും ഇവിടെ ഉണ്ടാവുക. നമുക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളും ചോദിച്ചറിയാം. ജൂപ്പിറ്റർ ഇരിപ്പുണ്ട്. എത്ര മോഡൽ വരുന്നത്? 2019 മോഡൽ. ഈ ടയറൊക്കെ നിങ്ങൾ മാറ്റി കൊടുക്കും? ടയറൊക്കെ മാറ്റി തരൂട്ടാ. ഒരു നീറ്റായിട്ട് അവർ തരുള്ളൂ വണ്ടി. ബാക്ക് ടയർ പുതിയതാണ്. സെൽഫൊക്കെ വർക്കിംഗ് അല്ലേ? എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? മീറ്റർ നോക്കാം. 31 സംതിങ് വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് എത്ര റുപ്യ ഇറക്കാൻ പറ്റും? 10 റുപ്യ ഒരു 12 റുപ്യ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ജൂപ്പിറ്റർ കൊണ്ട് ഇറക്കിയിട്ട്. എത്ര റേറ്റ് പറഞ്ഞത്? 54 10 റുപ്യ നമുക്ക് ജൂപ്പിറ്റർ ഇറക്കി കൊണ്ടുപോകാം. നമുക്ക് അടുത്ത വണ്ടി ഉണ്ട്. ആക്റ്റീവ. എത്ര? 6G സ്പെഷ്യൽ എഡിഷൻ ഉണ്ട്. ഇത് എത്ര മോഡൽ? 69 രൂപ. ഈ 269 ആണ്. നമുക്ക് എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? 10 റുപ്യ റേഞ്ചിൽ നമുക്ക് 2 ആക്റ്റീവിൽ ഒരു ആക്റ്റീവ് ഇറക്കിയുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഏകദേശം 32 സംതിങ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് സ്പെഷ്യൽ എഡിഷൻ ആണ്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി. ഷോറൂം കണ്ടീഷൻ തന്നെയാണ് വണ്ടി. ഗേസ് നമുക്ക് അടുത്തൊരു ഫാഷൻ ഇരിപ്പുണ്ട്. ഹൈബ്രിഡ് ആണ്. റെഡ് കളർ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? 2022 മോഡൽ. എത്ര ഓടി ഉണ്ടാവും? 18 സംതിങ് വണ്ടി ഓടിയിട്ടുള്ളൂ. നമുക്ക് എത്ര രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും? 10 റുപ്യ നമുക്ക് ഫാഷന് ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകാം. ഹൈബ്രിഡ് വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഗേസ് അടുത്ത് നമുക്കൊരു ഡിയോ DX ഇരിപ്പുണ്ട്. ഇത് സ്പെഷ്യൽ എഡിഷൻ ആണോ അങ്ങനെ വരുന്നത്? ഡിജിറ്റൽ മീറ്റർ ഒക്കെ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ?
2021 മോഡൽ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 30 ഓടി. എത്ര രൂപ ഇറക്കാൻ പറ്റും? 69,000 രൂപയാണ്. 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഡിഒ DX ഇവിടെ ഇറക്കി കൊണ്ടുപോകാം. നല്ല നീറ്റ് വണ്ടിയാണ്. ലൈവ് ഫോട്ടോസ് വേണമെങ്കിൽ ഇവരെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ റോഡ് സൈഡ് ആയതുകൊണ്ടാണ് വണ്ടിയിൽ പൊടി വാട്ടർ സർവീസ് ഒക്കെ ചെയ്ത് പോളിഷ് നമുക്ക് വണ്ടി ഇവർ തരുള്ളൂ. കേസ് നമുക്ക് അടുത്തൊരു ഡിഒ ഇരിപ്പുണ്ട്. ഇത് എത്ര മോഡല്? 2019 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? കിലോമീറ്റർ ജസ്റ്റ് കാണിച്ചു തരാം. 38 സംതിങ് ഓടിയിട്ടുള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ടയറൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. തട്ടലും മുട്ടലൊന്നും ഇല്ലല്ലോ, എല്ലാം വർക്കിംഗ് അല്ലേ? എത്ര റുപ്യാണ് പറഞ്ഞത്? 54. എത്ര റുപ്യാണ്? നമുക്ക് 10 രൂപയ്ക്ക് നമുക്ക് ഡിഒ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകാം. 54 റുപ്യാണ് വണ്ടിയുടെ റേറ്റ് പറഞ്ഞത്. അടുത്ത് നമുക്കൊരു ഹോണ്ടൻ്റെ ഒരു ഗ്രാസി ഇരിപ്പുണ്ട് DX. എത്ര മോഡൽ വരുന്നത്? 2019 മോഡൽ. ഫിനാൻസ് ചെയ്യാം അല്ലേ? ഡിസ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര രൂപയാണ് വണ്ടിയുടെ റേറ്റ് പറഞ്ഞത്? 48 വരുന്നത്. 10 രൂപയ്ക്ക് നമുക്ക് ഗ്രാസി ഇറക്കി കൊണ്ടുപോകാം. ഡിഒ ഗ്രാസി ഇറക്കി കൊണ്ടുപോകാം. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടി. കിലിയോൻ്റെ ബാക്ക് സൈഡൊക്കെ കാണിച്ചു തരാം. ഇത് ഗ്രാസിൻ്റെ ബാക്ക് സൈഡാണ്. എൻജിൻ സൈഡ് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പക്ക നീറ്റായിട്ട് വണ്ടി ഇരിപ്പുണ്ട്. നമുക്ക് അടുത്തൊരു ആക്റ്റീവയാണ്. നല്ല കളറാണ്. ഇത് എത്ര മോഡൽ വരുന്നത്? ഇത് 5G ആണല്ലേ? 2019 മോഡൽ. എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ ജസ്റ്റ് നോക്കുന്നുണ്ട്. 28 സംതിങ് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും? 10 രൂപ നമുക്ക് ആക്റ്റീവ് ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകാൻ. 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. എത്ര വണ്ടിയുടെ റേറ്റ് പറഞ്ഞത്? 56 രൂപ. 56 രൂപക്ക് അടിപൊളി വണ്ടി. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ ടയറാണ്. എൻജിൻ സൈഡൊക്കെ പക്കല്ലേ? എല്ലാം നീറ്റുള്ള വണ്ടി കേട്ടോ. ഇനി നമുക്കൊരു അപ്രിൽ ഇരിപ്പുണ്ട്. 150 റേസ് എഡീഷൻ ആണ്. SR. ഇത് എത്ര മോഡൽ വരുന്നത്? 2018. നല്ല അത്യാവശ്യം നല്ല അടിപൊളി യങ്സ്റ്റേഴ്സ് ഒക്കെ നോക്കി കിടക്കുന്ന വണ്ടി. എത്ര കിലോമീറ്റർ ഓടിണ്ടാവും വണ്ടി? കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. 47 സംതിങ്. സിംഗിൾ ഓണർഷിപ്പ്. എൻജിൻ സൈഡൊക്കെ പക്കയോ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് ഇത് ഫിനാൻസ് ചെയ്യാലോ? എത്ര രൂപ ഇറക്കാൻ പറ്റും? 10 രൂപ നമുക്ക് അപ്രിൽ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും. എത്ര വണ്ടീൻ്റെ റേറ്റ് പറഞ്ഞത്? 49 രൂപ വണ്ടീൻ്റെ റേറ്റ് പറഞ്ഞത്. 10 രൂപ നമുക്ക് ഇവിടെ വണ്ടി ഇറക്കി കൊണ്ടാൻ പറ്റും. കേസ് നമുക്ക് 2019 ഒരു പ്ലഷർ ഇരിപ്പുണ്ട്. ഇത് എത്ര കിലോമീറ്റർ ഓടിൻ്റെ ഏകദേശം? 28 സംതിങ് ഓടിയിട്ടുള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് തന്നെയല്ലേ? എല്ലാം കണ്ടീഷൻ തന്നെയല്ലേ? വണ്ടി സൈഡ് എല്ലാം പക്കയാണ് പറഞ്ഞത്. എൻജിൻ സൈഡ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും? 10 രൂപ നമുക്ക് പ്ലഷർ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകാം. വണ്ടിൻ്റെ റേറ്റ് എത്ര പറഞ്ഞു? 48 രൂപ. 10 രൂപ നമുക്ക് ഇവിടുന്ന് പ്ലഷർ ഇറക്കി കൊണ്ടുപോകാം. അത്യാവശ്യം ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അടുത്തൊരു എൻഡോർക്ക് ഇരിപ്പുണ്ട്. എത്ര മോഡല്? 2023 വണ്ടിയാണ്. ഷോറൂം കണ്ടീഷൻ ഒന്നും പറയാനില്ല. പക്ക നീറ്റായിട്ട് വണ്ടി ഇരിക്കുന്നത്. അതെൻ്റെ ബാഗാണ്. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? കിലോമീറ്റർ ജസ്റ്റ് നോക്കുന്നുണ്ട്. കിലോമീറ്റർ നോക്കാം. 14,000. ജസ്റ്റ് 14,000 ഓടിച്ചു. 2023 വണ്ടി. 90 റുപ്യാണ് വണ്ടിയുടെ റേറ്റ് പറഞ്ഞത്. നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും? 15 റുപ്യക്ക് നമുക്ക് എൻഡോർക്ക് ഇറക്കി കൊണ്ടാൻ പറ്റും. 2023 വണ്ടിയാണ്. നമുക്ക് ഇവിടെ ഇറക്കി കൊണ്ടാൻ പറ്റും. നമുക്ക് അടുത്തൊരു യമഹയുടെ എറോക്സ് ഇരിപ്പുണ്ട്. എത്ര മോഡൽ വരുന്നത്? 2021 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? 35 ഓടിയിട്ടുള്ളൂ. ആ 1.15 വണ്ടിന്റെ റേറ്റ് വരുന്നത്. പിന്നെ എത്ര രൂപയാണ് നമുക്ക് ഇറക്കാൻ പറ്റും? 25 റുപ്യക്ക് നമുക്ക് ഇത് എറോക്സ് ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകാം. നല്ല അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. നമുക്ക് ഇനി അടുത്ത വണ്ടിയിലോട്ട് പോവാം. ഏകദേശം നമുക്ക് അടുത്തൊരു ആക്റ്റീവ 125 ഇരിപ്പുണ്ട്. ഡിസ്ക് വരുന്നുണ്ട്. ഡിസ്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 2018 വണ്ടി. 14,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? 10 റുപ്യക്ക് നമുക്ക് ഇത് ആക്റ്റീവ് ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകാം. 53 റുപ്യ വണ്ടി വില വരുന്നത്. നമുക്കൊരു സുസ്കിയുടെ ബർഗ്മ ഇരിപ്പുണ്ട്. എത്ര മോഡൽ വരുന്നത്? 2019 വണ്ടി. എത്ര ഓടി ഉണ്ടാവും? 30 ഓടി. സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് എത്ര രൂപയാണ് ഇറക്കാൻ പറ്റും? 56 റുപ്യാണ്. 10 റുപ്യക്ക് നമുക്ക് ഇവിടുന്ന് ബർഗ്മ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അത്യാവശ്യം ലോ കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ടുള്ളൂ. എൻജിൻ സൈഡ് ബാറ്ററി സൈഡ് ഒക്കെ പക്കിയാണ് വണ്ടി. ഗൈസ് നമുക്ക് അടുത്തൊരു പ്ലഷർ പ്ലസ് ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. നല്ല കളറാണ്. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 2021 വണ്ടിയാണ്. 25,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. എത്ര വണ്ടിൻ്റെ റേറ്റ് പറഞ്ഞത്? 59 രൂപ. നമുക്ക് എത്ര രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും? 10 റുപ്യക്ക് നമുക്ക് ഇവിടുന്ന് വണ്ടി ഇറക്കി കൊണ്ടാൻ പറ്റും. പ്ലഷർ പ്ലസ് ആണ്. ഗൈസ് നമുക്ക് അടുത്തൊരു ആക്സസ് ഇരിപ്പുണ്ട്. ഇത് എത്ര മോഡല്? 2017 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് അല്ല, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? കിലോമീറ്റർ ജസ്റ്റ് നോക്കും. കിലോമീറ്റർ നോക്കുന്നുണ്ട്.
എൻജിൻ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 43 ഓടിയിട്ടുണ്ട്. 43 കിലോമീറ്റർ 43,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. എത്ര രൂപ വണ്ടിന്റെ റേറ്റ് പറഞ്ഞത്? 46 രൂപ. എത്ര രൂപയാണ് ഇറക്കാൻ പറ്റും നമുക്ക്? 10 രൂപ ഇറക്കാം. 10 രൂപ ഇറക്കാൻ പറ്റും നമുക്ക് വണ്ടി. ആക്സസ് 10 രൂപയൊക്കെ നമുക്ക് ഇവിടെ ഇറക്കി കൊണ്ടാൻ പറ്റും. നമുക്ക് അടുത്തൊരു അടിപൊളി വണ്ടി ഇരിപ്പുണ്ട്. R15 V4 2022 മോഡലല്ലേ? 22 മോഡൽ 26,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? എൻജിൻ സൈഡൊക്കെ പറ്റിയാണ്. കിറ്റ് കാര്യങ്ങൾ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. ആ ഷോറൂം കണ്ടീഷനിലെ വണ്ടി ഇരിപ്പുണ്ട്. നമുക്ക് എത്ര രൂപ വണ്ടിന്റെ റേറ്റ് പറഞ്ഞേ? വണ്ടി വില വരുന്നത് 160. 160 വരുന്നത്. നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും? ഒരു 30 രൂപ നമുക്ക് 30 രൂപ നമുക്ക് ഇവിടുന്ന് V4 2022 രണ്ട് വണ്ടി നമുക്ക് ഇവിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും. നല്ല ഷോറൂം കണ്ടീഷനായിട്ട് തന്നെ വണ്ടി ഇരിപ്പുണ്ട്. നമുക്ക് ഇനി ടയറൊക്കെ പുതിയ കണ്ടീഷനാണ്. നമുക്ക് ഇനി അടുത്ത വണ്ടിയിലോട്ട് പോവാം. പക്ഷെ നമുക്ക് അടുത്തൊരു MT ഇരിപ്പുണ്ട് യമഹയുടെ. എത്ര മോഡൽ വരുന്നേ? 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 28 സംതിങ് ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും? 30 റുപ്യക്ക് നമുക്ക് ഇവിടുന്ന് MT ഇറക്കി കൊണ്ടുപോകാം. നമുക്ക് എത്ര വണ്ടിന്റെ റേറ്റ് പറഞ്ഞേ? 160. 30 റുപ്യക്ക് നമുക്ക് ഫിനാൻസ് ഇട്ടിട്ട് നമുക്ക് വണ്ടി ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാം. നമുക്ക് 2 ഡ്യൂക്ക് ഇരിപ്പുണ്ട്. എത്ര മോഡൽ വരുന്നേ? 2019 മോഡലാണ്. അത് 17 മോഡൽ. എത്ര കിലോമീറ്റർ ഏകദേശം 2 ഓടി ഉണ്ടാവും? 50 സംതിങ് വണ്ടി ഓടിയിട്ടുണ്ടാവുള്ളൂ. 2 വണ്ടിയും ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷനാണ്. ടയർ ഇല്ലെങ്കിൽ ഒരു പുതിയ മാറ്റിയിട്ട് നമുക്ക് വണ്ടി തരുള്ളൂ. നമുക്ക് ഫിനാൻസ് ചെയ്യാമത്. അത് എത്ര വണ്ടി എത്ര രൂപ ഇറക്കാം? 30 റുപ്യേനുള്ളിൽ നമുക്ക് 2 കൊണ്ടാൻ പറ്റും. നമുക്ക് എത്ര വണ്ടിൻ്റെ റേറ്റ് പറഞ്ഞേ? 2,130. അപ്പോൾ ആ റേറ്റ് വ്യത്യാസം CC വ്യത്യാസമുണ്ട്. വണ്ടി 2,200 തന്നെയാണ്. അപ്പോൾ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടികളാണ്. നമുക്ക് ഇനി അടുത്ത വണ്ടിയിലോട്ട് പോവാം. നമുക്ക് അടുത്തൊരു ഡോമിനർ ഇരിപ്പുണ്ട്. ഇത് ഡോമിനർ 400 അല്ലേ? 2020 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2020 45 സംതിങ് വണ്ടി ഓടിയിട്ടുള്ളൂ. നമുക്ക് എത്ര രൂപ ഇറക്കാം ഡോമിനർ? നമുക്ക് 20 റുപ്യക്ക് ഡോമിനർ ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാം. എത്ര വണ്ടിയുടെ റേറ്റ് പറഞ്ഞേ? 148 വണ്ടിന്റെ റേറ്റ് പറഞ്ഞത്. 20 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇവിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും. ഇനി നമുക്ക് 2 വെബ്സൈറ്റ് V3 ഇരിപ്പുണ്ട്. ഇത് എത്ര മോഡൽ വരുന്നത്? 250. അത് എത്ര AC വരുന്നത്? 150. 250. ഇത് എത്ര മോഡൽ? 2017. 2023 2017. എത്ര കിലോമീറ്റർ 2 വണ്ടി ഓടിയിട്ടുണ്ടാവും? 12,000 ഓടിക്കോളൂ. അതെ, 45 ഓടിയിട്ടുണ്ട്. ഇത് 45 ഓടി. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? 2 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. ഇത് നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇത് രണ്ടും ഒരു 15 രൂപ. മാക്സിമം ഒരു 20 റുപ്യനുള്ളിൽ നമുക്ക് ഇവിടുന്ന് 2 വണ്ടിയിൽ ഏതൊന്നും ഇറക്കി കൊണ്ടാട്ടും. എത്ര? 10 വരും. ഇതാകുമ്പോൾ 80 രൂപ. ഇത് 80 രൂപ. അത് 110. വണ്ടിന്റെ ലൈവ് ഫോട്ടോസ് വേണമെങ്കിൽ ഇവർ ഷെയർ ചെയ്ത് തരും കേട്ടോ. നമുക്ക് 2018 ഒരു ഗ്ലാമർ ഇരിപ്പുണ്ട്. ഡിസ്ക് ഒന്നുമില്ല. എൻജിൻ സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. തുരുമ്പോ കാര്യങ്ങളോ ഓയിൽ ലീക്ക് കാര്യങ്ങളോ ഒന്നുമില്ല. ബാറ്ററി സെൽഫൊക്കെ വർക്ക് ചെയ്യണ്ടല്ലേ? എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 40 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? 2018. എത്ര രൂപ ഇറക്കാൻ പറ്റുമോ? 10 റുപ്യക്ക് നമുക്ക് ഇവിടുന്ന് ഗ്ലാമർ ഇറക്കി കൊണ്ടുപോകാം. വണ്ടീൻ്റെ റേറ്റ് എത്ര പറഞ്ഞു? 44 രൂപയാണ്. അതുപോലെ നമ്മുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇനി ഒരുപാട് കളക്ഷൻസ് വരാണ്ട്. ഓണൊക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഇനി വരാണ്ട്. പാഷൻ പ്രോ എത്ര മോഡല്? 18 2022. എത്ര കിലോമീറ്റർ ഓടിണ്ടാവും ഏകദേശം 2 വണ്ടി? അതെത്ര ഓടിണ്ടാവും വണ്ടി? ജസ്റ്റ് ഒന്ന് കിലോമീറ്റർ നോക്കുന്നുണ്ട്. എൻജിൻ സൈഡൊക്കെ ഇതിനെ കാണിച്ചു തരാം. ഒക്കെ നീറ്റ് വണ്ടികൾ തന്നെ ഇവിടെ ഇരിക്കുന്നത്. 17,000 കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ടുള്ളൂ. നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇത് 44 രൂപ. അത് 70 രൂപ അല്ലേ? നമുക്ക് 10 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് 2 വണ്ടിയിൽ ഏതിലൊന്നും ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഇറക്കാൻ പറ്റും. നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോവാം. ബേസ് നമുക്കൊരു ഹീറോ ഡീലക്സ് HF ഉണ്ട്. എത്ര മോഡല്? 2020 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? കിലോമീറ്റേഴ്സ് നോക്കുന്നുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. എത്ര? 24. സെൽഫൊക്കെ ഉള്ള വണ്ടി ഉണ്ടല്ലേ? ഒക്കെ പക്കല്ലേ? നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും? 10 രൂപയ്ക്ക് ഇറക്കാം. ഇത് 10 രൂപയ്ക്ക് ഇറക്കാം. എത്ര വണ്ടിയുടെ റേറ്റ് പറഞ്ഞാൽ? 49 റുപ്യേന്റെ വണ്ടിന്റെ റേറ്റ് വരുന്നത്. നമുക്ക് 10 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും വണ്ടി. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇരിപ്പുണ്ട്. എത്ര മോഡല്? 2015 മോഡല്. എൻജിൻ സൈഡൊക്കെ കറക്റ്റ്. ഒരു ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ നല്ല കണ്ടീഷനുള്ള ടയറാണ്. ഇത് ഷെൽഫൊന്നും ഇല്ലല്ലോ ഇതിന്. എത്ര മോഡല്? 15. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? കിലോമീറ്റർ നോക്കും. 51 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? ബാറ്ററി ഒക്കെ പക്കന്നല്ലേ? നമുക്ക് എത്ര റുപ്യാണ് ഇറക്കാൻ പറ്റും? 20 റുപ്യക്ക് നമുക്ക് ഇത് സ്റ്റാൻഡേർഡ് ഇവിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും. എത്ര വണ്ടീൻ്റെ റേറ്റ് പറഞ്ഞു? 80 റുപ്യ വണ്ടീൻ്റെ റേറ്റ് പറഞ്ഞോളൂ. 20 റുപ്യക്ക് നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് വണ്ടി ഇവിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും. എൻജിൻ സൈഡ് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം.
ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം. നമുക്ക് അടുത്തൊരു റോയൽ എൻഫീൽഡിന്റെ ടെൻഡർപേഡ് ഇരിപ്പുണ്ട് 350. എത്ര മോഡൽ വരുന്നത്? 2016 മോഡൽ വണ്ടി. എൻജിൻ സൈഡ് കാണിച്ചുതരാം. ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിണ്ട വണ്ടി? 36,000 കിലോമീറ്റർ. നമുക്ക് എത്ര രൂപയാണ് ഇറക്കാൻ പറ്റും? 20 റുപ്യനുള്ളിൽ നമുക്ക് ഇത് ടെൻഡർപേഡ് ഇവിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും. എത്ര വണ്ടിന്റെ റേറ്റ് പറഞ്ഞത്? 79 റുപ്യ. 20 റുപ്യൻ്റെ നമുക്ക് ഇവിടുന്ന് ഈ വണ്ടി ഇവിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും. 20 റുപ്യ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഇവിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും. ഗേസ് നമുക്കൊരു ഇലക്ട്രിക് ബൈക്ക് ഇരിപ്പുണ്ട്. ഇത് ഏതാ കമ്പനി? റിവോൾഡ് RV400. ഇതൊക്കെ എത്ര കിലോമീറ്റർ മൈലേജ് ഉണ്ട്? 100. എത്ര മണിക്കൂർ ചാർജ് ചെയ്യേണ്ടി വരും? 4 മണിക്കൂർ. ഇത് എത്ര മോഡല്? 2022 13,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. വണ്ടിന്റെ കണ്ടീഷൻ കാണിച്ചു തരാം. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ലിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എത്ര വണ്ടിന്റെ റേറ്റ് പറഞ്ഞത്? 85 രൂപ. 85 റുപ്യ വണ്ടിന്റെ റേറ്റ് പറഞ്ഞത്. ഇതിന് നമുക്ക് ഫിനാൻസ് ഒന്നും ഇല്ലല്ലോ. ഫിനാൻസ് ഇല്ല. 85 റുപ്യക്ക് നമുക്ക് ഇവിടുന്ന് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. അത്യാവശ്യം നല്ല നീറ്റായിട്ട് വണ്ടിയാണ്. ആ ഷോറൂം കണ്ടീഷനിൽ അതേ ടൈപ്പ് ചെയ്ത വണ്ടി ഇവിടെ ഇരിക്കുന്നത്. ഇതിന് പിന്നെ എഞ്ചിനല്ല, മോട്ടർ ആയതുകൊണ്ട് മോട്ടോർ സൈഡ് ഒന്ന് ഉള്ളിലാണല്ലോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗേസ് നമുക്ക് സ്റ്റാൻഡേർഡ് ഇരിപ്പുണ്ട് 2015 മോഡൽ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിണ്ടാവും? ഞാൻ തന്നെ നോക്കാം. 66 സംതിങ് ഓടിയിട്ടുണ്ട് വണ്ടി. 66,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ടയർ കാണിച്ചു തരാം. ടയർ സൈഡൊക്കെ പക്കയാണ്. എൻജിൻ സൈഡ് ഇങ്ങനെ കണ്ടില്ലേ? എൻജിൻ സൈഡ് എല്ലാ ഭാഗങ്ങളും കാണിച്ചു തരാം. ഇത് നമുക്ക് എത്ര റുപ്യാണ് ഇറക്കാൻ വരും? 20 റുപ്യക്ക് സ്റ്റാൻഡേർഡ് ഇറക്കിയുണ്ടോ? എത്ര റേറ്റ് പറഞ്ഞത്? 75 റുപ്യ വണ്ടീൻ്റെ റേറ്റ് പറഞ്ഞത്. 20 റുപ്യ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഇവിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും. ഗേസ് നമുക്ക് അടുത്തൊരു ക്ലാസിക് ഇരിപ്പുണ്ട് 350. ഇത് പുതിയ മോഡൽ. എത്ര മോഡൽ? 2022 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയല്ലേ? അലവിയിൽ ഡിസ്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. എൻജിൻ സൈഡ് കാണിച്ചു തരാം. ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. പുതിയ ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ്. എത്ര കിലോമീറ്റർ ഓടിൻ്റെ വണ്ടി? 21,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. എത്ര വണ്ടീൻ്റെ റേറ്റ് പറഞ്ഞത്? 180. എത്ര രൂപ ഇറക്കി കൊണ്ടാൻ പറ്റും? 40 റുപ്യ. പുതിയ മോഡൽ 2022 വണ്ടി. 40 റുപ്യ നമുക്ക് ഇവിടെ ഇറക്കി കൊണ്ടാൻ പറ്റും. നല്ല ഷോറൂം കണ്ടീഷൻ തന്നെ വണ്ടി ഇരിക്കുന്നത്. എൻജിൻ സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻജിൻ സൈഡൊക്കെ പക്കയാണ്. കേസ് നമുക്കൊരു ക്ലാസിക് ഇരിപ്പുണ്ട്. ഇത് എത്ര മോഡൽ വരുന്നത്? 2017 ക്ലാസിക്. ടയർ തന്നെ പുതിയ ടയർ തന്നെയാണ് കൊടുത്തുള്ളത്. അലവിയിൽ ഇല്ല. എൻജിൻ സൈഡൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. എത്ര കിലോമീറ്റർ ഓടിണ്ടാവും? കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. 36,000. സിംഗിൾ ഓണർഷിപ്പ്. ബാറ്ററി കാര്യങ്ങൾ ചൈനീസ് പോക്കറ്റ് ഒക്കെ പക്കണല്ലേ? നമുക്ക് എത്ര രൂപ ഇറക്കാൻ? 10 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാൻ വണ്ടി. എത്ര വണ്ടീൻ്റെ റേറ്റ് പറഞ്ഞത്? 99 രൂപയാണ് വണ്ടീൻ്റെ റേറ്റ് പറഞ്ഞത്. 10 റുപ്യക്ക് നമുക്ക് ഇവിടുന്ന് വണ്ടി നമുക്ക് ഇവിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും. ഗേസ് നമുക്ക് അടുത്തൊരു അടിപൊളി ഇലക്ട്രിക് ഇരിപ്പുണ്ട്. നല്ല നീറ്റായിട്ടുള്ള അടിപൊളി വണ്ടി. എത്ര മോഡല്? 2018. സെൽഫൊക്കെ വരുന്നല്ലേ? ഇത് സെൽഫൊക്കെ ഉള്ള നല്ല 33,000 കിലോമീറ്റർ. 35,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. ആ എൻജിൻ സൈഡൊക്കെ ക്വാളിറ്റി ഉണ്ടല്ലോ. നല്ല നീറ്റായിട്ട്. സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എത്രയാണ്? 99 റുപ്യാണ് വണ്ടീൻ്റെ റേറ്റ് വരുന്നത്. 10 റുപ്യ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇലക്ട്രിക് ഇവിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും. നമുക്ക് അടുത്തൊരു ക്ലാസിക് ഇരിപ്പുണ്ട്. 500 cc ആണ് വരുന്നത്. എൻജിൻ സൈഡ് കാണിച്ചു തരാം. ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിണ്ടാവും ഇത്? കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. 39,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? നമുക്ക് എത്ര റുപ്യ ഇറക്കാം? 20 റുപ്യ ഇറക്കാൻ പറ്റും. 25 റുപ്യേൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് ഈ ക്ലാസിക് 500 ഇവിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും. എത്ര വണ്ടിയുടെ റേറ്റ് പറഞ്ഞത്? 1.15 വണ്ടിയുടെ റേറ്റ് പറഞ്ഞത്. എൻജിൻ സൈഡൊക്കെ അതെ കാണിച്ചു തരാം. നമുക്ക് അടുത്ത വണ്ടിയിലോട്ട്. കേസ് നമുക്ക് അടുത്തതൊരു ക്ലാസിക് 350 ഇരിപ്പുണ്ട്. പുതിയ മോഡൽ. എത്ര മോഡൽ വരുന്നത്? 2022 മോഡൽ. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 7,000 കിലോമീറ്റർ ആകെ ഓടി വേണ്ട 2022 മോഡൽ ക്ലാസിക് പുതിയ മോഡൽ. നമുക്ക് എത്ര റുപ്യ ഇറക്കാൻ പറ്റും? 1.85. 40 റുപ്യ നമുക്ക് ഇവിടുത്തെ വണ്ടി ഇറക്കി കൊണ്ടാൻ പറ്റും. പുതിയ ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. സർവീസ് സ്റ്റേറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നമുക്ക് അടുത്തതൊരു അടിപൊളി ജാവ 42 ഇരിപ്പുണ്ട്. ഇത് എത്ര മോഡൽ? 21 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? 16,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് എത്ര രൂപ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇറക്കാൻ പറ്റിയ വണ്ടി? 30 റുപ്യക്ക് ഇറക്കാം. 30 റുപ്യക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 16,000. കണ്ടില്ലേ? എൻജിൻ സൈഡും ചൈനീസ് പോക്കറ്റ് എൻജിൻ സൈഡൊക്കെ പക്കിയാണ്. വണ്ടീൻ്റെ റേറ്റ് എത്ര പറഞ്ഞു? 1.30. എത്ര രൂപ ഇറക്കാം? 25-30 രൂപ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഗേസ്, റിയൽ വാലി യൂസർ ബൈക്ക് ഷോറൂമിൻ്റെ അത്യാവശ്യം ബൈക്കിൻ്റെ EMI ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളെ സജിനാണ്. പിന്നെ ലിജോ ചേട്ടനുണ്ട്. ലിജോ ചേട്ടൻ ഓരോ കസ്റ്റമർ വരുമ്പോൾ
അവരൊപ്പം പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതുപോലുള്ള പുതിയ വീഡിയോസിനായി നമ്മളെ യൂട്യൂബ് ചാനൽ നൻപൻസ് ഫുഡ് ആൻഡ് ട്രാവൽ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താലേ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ ഒരുപാട് ബൈക്കുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചുകൊണ്ട് എനിക്ക് ഗ്യാപ്പിലോട്ട് കയറിയിട്ട് എൻജിൻ സൈഡ് കാര്യങ്ങളൊന്നും നമ്മൾ പെട്ടെന്ന് കാര്യം അവതരിപ്പിച്ചിട്ട് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വണ്ടീൻ്റെ റേറ്റ് EMI, വണ്ടീൻ്റെ എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ റിയൽ വാലിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.